നമ്മുടെ നാട്ടിൽ നിന്ന് PR എടുക്കാനും പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നവരെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസും ചർച്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഭാഗമുണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വിഭാഗം. അവരെ കുറിച്ച് ആരും ഇതുവരെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തം കൂട്ടുകാരെ നഷ്ടപ്പെട്ട ഒരു വിഭാഗം. ഇവർക്ക് ഇവരുടെ കൂട്ടുകാരെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിൽ ഒറ്റപ്പെട്ടായിരിക്കും ഇവരിപ്പം നിൽക്കുന്നത്. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. പണ്ട് കൂട്ടമായിട്ട് നടന്നിരുന്ന ഗ്യാങ്ങില് ഇന്ന് ഒരാളൊക്കെ നാട്ടിലുണ്ടാവുള്ളൂ. വളർച്ചയുടെ സ്റ്റേജാണ് കൂട്ടുകാരെ നഷ്ടപ്പെടുക എന്നുള്ളത്. പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ചങ്കായിട്ട് കൂടെ നടന്ന കൂട്ടുകാരനെ എയർപോർട്ടിൽ കൊണ്ട് യാത്രയാക്കുന്നു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള യാത്ര ആയതുകൊണ്ട് അവൻ പോകുന്ന വിഷമം പുറത്ത് കാണിക്കാതെ ചിരിച്ച് അവനെ യാത്രയാക്കുന്ന ഒരു മൂവ്മെന്റ് അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാളൊക്കെ വിദേശത്ത് ഇപ്പോൾ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന അപമാനം വേറെ ലെവലാണ്. അവൻ നാട്ടിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അവനൊരു തോൽവിയായെന്നാണ് സമൂഹം അവനെ കാണുന്നത്. ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ഇപ്പൊ ചോദ്യത്തിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യം, പുറത്തേക്ക് നോക്കുന്നുണ്ടോ, പുറത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ? നാട്ടിൽ നിൽക്കുന്നവനെ കല്യാണ മാർക്കറ്റിൽ പോലും ഡിമാൻഡ് ഇല്ല. ഇപ്പൊ നമ്മുടെ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ നോക്കിയാൽ കാണാം, വിദേശത്ത് PR ഉള്ള ചെക്കനും പെണ്ണിനാണ് കൂടുതൽ ഡിമാൻഡ്. പോകണം എന്ന് ആഗ്രഹമുള്ളവർ പോട്ടെ, നാട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർ നിൽക്കട്ടെ. നാട്ടിൽ ഒരു വഴിയില്ലാതെ ആകുമ്പോഴാണ് പലരും നാട് വിട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ ഊഹിക്കാലോ.